കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പള്ളിവീട് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അച്ചുവിന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ശ്രീഹരി. അപ്പോഴേക്കും നിരഞ്ജനെ കൂട്ടുകാരെയും കൂടെ അങ്ങോട്ട് വന്നു. പിന്നീട് അച്ചുവിന് ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ആശംസകളൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കാണ് ഒരു പ്രായമായ മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശി ഒരു ഗിഫ്റ്റ് അച്ചുവിന് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും തമ്മിൽ വിവാഹം കഴിക്കുന്ന ആ പരസ്യം കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ കൊച്ചുമോളോട് പറഞ്ഞെന്ന് പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്ചു ശ്രീഹരിനെ നോക്കണം. അവര് തെറ്റിദ്ധരിച്ച എന്താ, ഈ നിൽക്കുന്ന ശ്രീഹരിയാണ് അച്ചുവിന്റെ കഴുത്തിൽ താലി ആർത്താൻ പോണെന്നുള്ള കാര്യം. അല്ലെങ്കിലേ ഈ മെഹന്തിക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ മെഹന്തി ഇടുമ്പോ അറിയാം തന്റെ ഭർത്താവാൻ പോകുന്ന ആളുടെ സ്നേഹം എത്ര മാത്രമാണെന്നുള്ള കാര്യം. ദേ ഇവന് നിന്റെ കഴുത്തിൽ താലി ചാർത്തി കഴിയുമ്പോ എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്ന് പറയാം. ഇത് കേട്ടോ അച്ചു ചോദിച്ചു, അതെങ്ങനെയാ? ഈ കയ്യിലിടുന്ന മെഹന്തി ഉണ്ടല്ലോ അത് പറയൂന്ന് പറയാം. കാരണം ഈ മെഹന്തി നന്നായിട്ട് ചുവക്കുവാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് നല്ല സ്നേഹം ഉണ്ടെന്നാ പറയണേ. കണ്ടു, ഇത് നന്നായിട്ട് ചുവക്കുന്ന് എന്റെ മനസ്സ് പറയണം. ദേ അടുത്തിരിക്കുന്ന ആൾക്ക് അത്ര സ്നേഹമുണ്ട് എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാ. ഈ സമയത്ത് അച്ചു ഒന്ന് ശ്രീഹരി നോക്കി. ശ്രീഹരി പറഞ്ഞു, ദേ ആ മുത്തശ്ശി എന്തേലും പറഞ്ഞോർത്ത് നീ അന്ന് കാര്യമായിട്ട് എടുക്കണ്ട അച്ചു എന്ന് പറയണേ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ശ്രീഹരിക്ക് എന്നോട് പ്രണയം അല്ലേന്ന് ചോദിക്കും. ദേ അച്ചു നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നിൽക്കും. ഞാൻ എന്തിനാ മിണ്ടായിരിക്കണേ? അവസാനം മെഹന്തി ഇട്ട് കഴിഞ്ഞപ്പോ അച്ചു പറഞ്ഞു താങ്ക്സ് എന്ന് പറയണം. എന്തിന്? അല്ല മെഹന്തി ഇട്ട് തന്നല്ലോ. പിന്നെ വേറൊരു കാര്യത്തിനും കൂടെ ഉണ്ട്, അതിപ്പം ഞാൻ പറയത്തില്ല, ഞാൻ പിന്നീട് പറയാന്ന് പറയണം. ആ സമയം നിഖില പുറത്ത് തന്റെ ഫ്രണ്ട്സിനോടൊപ്പം സംസാരിച്ചുകൊണ്ട് സീർട്ടൊക്കെ വലിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ഫ്രണ്ട്സ് ചോദിച്ചു, എടാ ഇത്രയൊക്കെ ഉള്ളോ? ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളോ? വേറൊന്നും ഇല്ലേന്ന് ചോദിക്കുക. എടാ അതിവിടെ ആയിപ്പോയി. പക്ഷെ എന്റെ വീട്ടിലായിരുന്നു നിനക്കറിയാലോ എത്ര നല്ല ഗംഭീരമായിട്ട് നമ്മൾ കൊണ്ടാടിയാനെന്ന്. ഇവിടെ ആയിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. സാരമില്ല അളിയ, എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബോംബെ പോലുള്ള നഗരത്തെ നീ കിടന്ന് വളർന്ന് അവിടെ അടിച്ചു പൊളിച്ചിട്ട് ഇവിടെ വന്നിങ്ങനെ ഒതുങ്ങി കഴിയാന്ന് പറഞ്ഞ. പക്ഷെ നിനക്ക് കിട്ടിയേക്കുന്ന മമ്പൻ ലോട്ടറി തന്നെയാ പൂർണിമ ടെക്സ്റ്റൈൽസ്. ആർക്കും അറിയത്തില്ലാത്ത അത്രയും വലിയൊരു ടെക്സ്റ്റൈൽസിന്റെ ദേ ഓണയുടെ മോളെയല്ലേ നീ കല്യാണം കഴിക്കാൻ പോകുന്നേ. നിനക്ക് ലോട്ടറി തന്നെയാടാ മോനെന്ന് പറയണ. ഇത് കേട്ടതും നിഖിൽ പറഞ്ഞു, അത് ശരിയാ. കണ്ടു, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ഇരുന്ന് ആ ക്യാഷ് സീറ്റിൽ നോട്ട് ഇടുന്നതല്ല നിങ്ങൾക്ക് കാണണ്ടേ. ആ കാഴ്ച നിങ്ങൾ ഉടനെ തന്നെ കാണുമെന്ന് പറയണം. ഞാൻ അവളുടെ കഴുത്തിലൊന്ന് താലി ചാർത്തിക്കോട്ടെ, പിന്നെ എന്ത് ചെയ്യണം നീ നിഖിലിനെ അറിയാന്ന് പറയണം. അത് കേട്ടോ കൂട്ടുകാരന്മാർ പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അണ്ണാൻകുഞ്ഞിനെ മരം കയറ്റം പറപ്പിക്കേണ്ട കാര്യമുണ്ടല്ലോ. അല്ലെങ്കിലും നീ അങ്ങനെയല്ലേ, ഒരണ്ണാന്റെ ജന്മം തന്നെയല്ലേ, ആ തന്നെ പഠിച്ചോളും. അതുപോലെ തന്നെയാണ് ഇവിടെ. അധികം വൈകാതെ തന്നെ നീ അങ്ങനെ പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ഓണർ ആകാൻ പോവല്ലേന്ന് ചോദിക്കും. അതേന്നൊക്കെ പറയണേ. നിഖിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയത്ത് അവിടെ ഹാളിൽ അനൗൺസ് ചെയ്യുന്ന ആ പെൺകുട്ടി പറഞ്ഞു, ഇനി നമ്മൾ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളിലേക്കായിരുന്നു പോകാൻ പോകുന്നേ. അവന്തികയുടെ ജന്മം മുതൽ ഇത്രയും വരെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്ന അവന്തികയുടെ അച്ഛനും അമ്മയ്ക്കാണ്. അപ്പൊ അച്ഛനില്ലാത്ത സ്ഥിതിക്ക് അവന്തികയുടെ അമ്മ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളോട് പറയൂന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമ അവിടെ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. പിന്നീട് ഋതു സ്വാധീനം പറഞ്ഞു, അമ്മ ചെല്ലമ്മേ ചെന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ പറയാണ്. അങ്ങനെ പൂർണിമേനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കഴിയുമ്പോൾ പൂർണിമയും കൂടി ചെല്ലുവാണ്. പിന്നീട് ഓരോ കാര്യങ്ങള് അച്ഛൻ്റെ ജന്മം മുതലുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഞാൻ സേതുകൊണ്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു യാത്ര പോണ സമയത്താണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്, ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ മാധവേട്ടൻ പറഞ്ഞു, അതെ ഈ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് ഒരു പെൺകുഞ്ഞായിരിക്കുന്നു. അതുപോലെ തന്നെ മാധവേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ നടന്ന ഒരു പെൺകുഞ്ഞായിരുന്നു. ഇവൾ ആദ്യം ജനിച്ചപ്പോഴും പിന്നെ ഇവളുടെ ആദ്യത്തെ കരച്ചിൽ കേട്ടപ്പോഴുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. എൻ്റെ ചെവിയിൽ അത് മായാൻ നിൽക്കുന്നുണ്ട്. ഇവൾ ഇത്ര പെട്ടെന്ന് വളരുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. ഇന്ന് ഇവളുടെ കല്യാണമാണ്. അതൊക്കെ ചിന്തിക്കുമ്പോഴത്തേനും എനിക്ക് പിന്നോട്ട് നോക്കി കഴിയുമ്പോഴത്തേനും ഒരു അത്ഭുതം തോന്നിയെന്ന് പറയാം. ഒരു പക്ഷെ ഈ നിമിഷത്തിൽ മാധവേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണിമയുടെ കണ്ണ് നിറയെ വേണം. ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ വിവാഹം കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആള് മാധവേട്ടനാണ്. ഇവള് കുടുംബത്തിലെ മൂത്ത ആള് എന്നേക്കാൾ ഉപരി ഇവളെ കുറിച്ച് എനിക്ക് പറയാനുള്ള, ഇവളെ ചെന്ന് കയറുന്ന വീട്, ഇവള് ചെന്ന് കയറിയതിനു ശേഷം ഒന്നുകൂടെ ഐശ്വര്യം കൂടത്തുള്ളൂ. കാരണം ഇന്ന് വരെ ഈ കുടുംബത്തിൽ ഇവള് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല, ഒരു വഴക്കിനും പ്രശ്നത്തിനും പോയിട്ടില്ല. എല്ലാവരോടും നല്ല സ്നേഹത്തോട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പരാതി പറഞ്ഞിട്ടില്ല. ഒരു തലവേദന വന്നാൽ പോലും അവള് അതൊക്കെ ഇങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നല്ലാതെ ആരോടും ഒരു പരാതി പറയാനോ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനോ വന്നിട്ടില്ല. അതുപോലെ നല്ല അടക്കം ഒതുക്കമുള്ള പെൺകുട്ടിയാണ്. എൻ്റെ മോളായതുകൊണ്ട് പറയുന്നല്ല, ഇവള് ചെന്ന് കയറുന്നോടെ നല്ല ഐശ്വര്യം ഉള്ളതായിരിക്കും എന്നൊക്കെ പറയണം. അങ്ങനെ പൂർണ്ണിമ ഇതെല്ലാം പറഞ്ഞിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛനും ഭയങ്കര സങ്കടമായി. പിന്നീട് പെൺകുട്ടി വീണ്ടും അനൗൺസ് ചെയ്ത്, ഇനിയിപ്പം നമുക്ക്
രണ്ടാമത്തെ അനിയത്തിയായ ഋതികാനെ ഇങ്ങോട്ട് വിളിക്കാന്ന് പറയണം. അങ്ങനെ ഋതിക ചെന്നു. ഋതിക എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയണം അച്ഛനെ കുറിച്ച്. എനിക്കാണെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നല്ല തിരക്കും കാര്യങ്ങളും ഉള്ള സമയത്ത് നല്ല സ്ട്രെസ് ആയിരിക്കും. അവിടെയൊക്കെ ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെടും, ചെറിയ കാര്യത്തിന് പോലും. പക്ഷെ ഞാൻ വീട്ടിലേക്ക് വന്ന അച്ഛൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെടേണ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോലും അച്ഛൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാനത് മറന്നുപോകും. കാരണം എനിക്ക് അവളോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേനും എൻ്റെ മനസ്സിലെ ആ വേദന അല്ലെങ്കിൽ ദേഷ്യമൊക്കെ അങ്ങോട്ട് മാഞ്ഞു പോകുന്നു പറയാം. അങ്ങനെ ഋതികൻ പറഞ്ഞു. അവസാനം സ്വാതികയുടെ ഊഴുമായിരുന്നു. സ്വാതികൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ചേച്ചിയാണ് വലുത്. കാരണം ചേച്ചി ഇന്ന് വരെ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഒരു നോട്ടം കൊണ്ട് ഭാവം കൊണ്ട് പോലും എന്നെ ഒന്നും വ്രണപ്പെടുത്തിയിട്ടില്ല. കാരണം അത്രയ്ക്ക് എനിക്ക് എൻ്റെ ചേച്ചിയോട് ഇഷ്ടമാണ്. അന്നും ഇന്നും ചേച്ചി പോകുന്നതിനോർത്ത് നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവള് ഇങ്ങനെ സ്വാതി ഇങ്ങനെ അച്ഛനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയണേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഹാളിലിരുന്നവർക്കും ഭയങ്കര വിഷമമായി. കാരണം അച്ചു എത്രമാത്രം നല്ല പെൺകുട്ടിയാണെന്നുള്ള കാര്യം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് അനൗൺസ് ചെയ്യുന്ന ആ പെൺകുട്ടി പറഞ്ഞു, ഇനിയാണ് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരു നല്ലൊരു മുഹൂർത്തം എന്ന് പറയാം. നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പറയാം. കുറച്ച് ഇമോഷണൽ മൂവ്മെന്റ് ആണ് ഇനി നടക്കാൻ പോകുന്നത് പറയാം. പിന്നീട് ഋതികേനെ സ്വാതിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു കണ്ണ് മൂടിക്കെട്ടാനായിട്ട് ഒരു തുണി അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, അതെ ഇത് അവന്തികയുടെ കണ്ണ് മൂടിക്കെട്ടാൻ പറയണേ ഈ തുണി കൊണ്ട്. ഇത് കേട്ടിപ്പോ അല്ല ഇതെന്താ വല്ല കളിയാണോ, കണ്ണുപൊത്തി കളിയോ മറ്റാണോ നിൽക്കും. കണ്ണുപൊത്തി കളിയൊന്നുമല്ല, ഇത് അതിനൊക്കെ മേലെയാന്ന് പറയണം. ഇപ്പൊ നമ്മള് ഇവിടെ അവന്തിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാന്ന് പറയണം. ചെറുതല്ല, ഒരു വലിയ സർപ്രൈസ് തന്നെ കൊടുക്കാൻ പോണേന്ന് പറയണം. അങ്ങനെ അച്ഛൻ്റെ കണ്ണ് മൂടി കെട്ടുവാണ് ഋതിക സാധ്യം കൂടെ കൂടിയിട്ട്. പിന്നീട് അച്ചു ഓർത്തത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഓർത്തേണ്ട അച്ചു ഒരു നിമിഷം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് സേതുമാധവനും മിത്രനും എല്ലാവരും കൂടി ചേർന്നിട്ട് മാധവമേനന്റെ ആ വലിയ കട്ടൗട്ടും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. ആ കട്ടൗട്ട് കൊണ്ട് അങ്ങനെ വെച്ചു അവിടെ. അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് പൂർണ്ണിമയുടെ എല്ലാവരുടെയും ഒരു നിമിഷം കണ്ണ് നിറഞ്ഞു പോയി. പിന്നീട് അച്ഛൻ്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ചു ആ കാഴ്ച കാണുവാണ്. അച്ഛൻ്റെ വലിയൊരു കട്ടൗട്ട്. ഇത് കണ്ടതും സഹിക്കാൻ പറ്റിയില്ല അച്ചു പൊട്ടിക്കരയുവാണ് അതിലേക്ക് പിടിച്ചിട്ട്. കാരണം ആ ഒരു വിഷമം, ഒരു പക്ഷെ തൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നോടൊപ്പം ഇവിടെ ചേർന്ന് നിന്നേനം. ആ ഒരു വിഷമം എത്രയാന്ന് പറഞ്ഞാലും വായിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അച്ഛൻ്റെ ഈ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ ആ പെൺകുട്ടി അനൗൺസ് ചെയ്ത്, കണ്ടില്ലേ ഇതാണ് അവർ അച്ഛനും ആളും തമ്മിലുള്ള സ്നേഹം, ഇത്രയാന്ന് പറഞ്ഞാലും കണ്ടില്ലേ, അവൾക്ക് അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ്. നമ്മൾ ഇതാണ് കണ്ടു പഠിക്കേണ്ടത്. എത്രമാത്രം നല്ല പെൺകുട്ടിയാണ് അച്ചു എന്നുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് പറയണേ. പിന്നീട് അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ പല്ലവി ഇരിക്കുന്നുണ്ടായിരുന്നു. പല്ലവിക്ക് പെട്ടെന്ന് തോന്നി തന്നെ അച്ഛൻ വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ മാധവമേനൻ തന്നെ വിളിക്കുന്ന പോലെ പല്ലവിക്ക് തോന്നുവാണ്. എന്താ മോളെ നീ അവിടെ നിൽക്കുന്നേ, നീ ഇങ്ങോട്ട് വാ, ഇന്നല്ലെങ്കിൽ നാളെ നീ ഇവിടെ വന്ന് നിൽക്കേണ്ടവളല്ലേ. സേതുമാധവൻ നിന്റെ കഴുത്തിൽ താലി ആർത്തി കഴിയുമ്പോൾ നിനക്ക് ഇവിടെ സ്ഥാനം, പിന്നെ നീ എന്തിനാ മാറിപ്പോയി നിൽക്കുന്നേ എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും മിണ്ടാതെ പല്ലവി എഴുന്നേറ്റ് അവരോടൊപ്പം പോയി നിൽക്കുകയാണ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. ഈ സമയത്ത് സേതുവിന്റെ മുന്നിലേക്ക് മാധവമേനോൻ വന്നിട്ട് സേതുവിനോട് പറയാം, എടാ നീ എന്താ ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചിരിക്കുക, അധികം വൈകാതെ തന്നെ നിന്റെ ഭാര്യയാൻ പോകുന്നോളാ നിന്റെ അടുത്ത് നിൽക്കുന്നേ, പിന്നെ നീ എന്താ ഒരു സന്തോഷമില്ലാത്ത, എനിക്കറിയാം ഞാനില്ലെങ്കിലും എൻ്റെ സ്ഥാനത്ത് നിന്ന് നീ കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറയണം. പെട്ടെന്ന് സേതുമാധവൻ എന്ത് ചെയ്യണം, ആ കട്ടൗട്ടിന്റെ കാൽക്കീഴിലേക്ക് വീണിട്ട് അച്ഛൻ്റെ കാൽക്കീഴിലേക്ക് വീണിട്ട് ഇങ്ങനെ എന്നോട് ക്ഷമിക്കച്ചാ, എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് വീഴുവാണ്. പെട്ടെന്ന് ഒരു നിമിഷം സേതു ചുറ്റും നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും താൻ ആ കട്ടൗട്ടിന്റെ കാൽച്ചോട്ട് വീണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാപ്പ് പറയുന്നതാണ്. തനിക്കിത് എന്ത് പറ്റിയെന്ന് ഓർത്ത് പെട്ടെന്ന് സേതു ഇങ്ങനെ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.